ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി. ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയില്ല, അപ്പോൾ ഇന്ന് എങ്ങനെയെങ്കിലും ഇടണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. ഞാൻ നാളെ തൊട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഹോസ്പിറ്റൽ അങ്ങനെ ഇപ്പോൾ അച്ഛൻ കുറച്ച് ഹോസ്പിറ്റലൈസ് ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് തിരക്കിൽ നടക്കുന്നതുകൊണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ ട്രേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രേഡ് ഞാൻ ടാബിലാണ് എടുത്തത്, അതുകൊണ്ട് എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഒരു 9 എത്ര മണിക്ക് എടുത്തോ, ഒരു 10:30. ഓക്കെ, കറക്റ്റ് ഒരു 10:20 റേഞ്ചിലെടുത്തു. പെട്ടെന്ന് തന്നെ ഒരു 10:26 ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. പ്ലസ് 16,000 ഒരു 16,000-ൻ്റെ ടാർഗറ്റാണ് നമ്മൾ ഇന്ന് അച്ചീവ് ചെയ്തത്. എൻ്റെ വ്യൂസ് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാർക്കറ്റ് നിങ്ങൾ നോക്കിയാൽ രാവിലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ആയത്. അത് കഴിഞ്ഞ് ഒരു റെഡിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പോഴൊന്നും നമ്മൾ ട്രേഡ് എടുത്തില്ല, ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്തിരുന്നു. ഇവിടെ എനിക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി മിസ്സായിപ്പോയി. അവിടുന്ന് എനിക്കൊരു ട്രേഡ് കിട്ടിയിരുന്നെങ്കിൽ, കാരണം ഞാൻ ഡ്രൈവിലായിരുന്നു ആക്ച്വലി. എന്നിട്ടും ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കാൻ ശ്രമിച്ചത്, എന്നിട്ടും കിട്ടിയില്ല. അപ്പം ഇവിടെ എനിക്കൊരു ആ ട്രേഡിനും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇന്നലെ നാളെ ആണെങ്കിലും എടുക്കാൻ. ഇവിടുത്തെ ട്രേഡ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഈ മാർക്കറ്റ് ഇവിടെ വന്നു, ഹൈയെ ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ചെയ്തു. ഈ ഒരു ഇൻവേർട്ടഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. പക്ഷേ അപ്പോൾ ഈ ഒരു ഇൻവേർട്ടഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടുന്ന് ഒരു സെൽ എൻട്രി ആയിരിക്കും നോക്കുന്നത്. കാരണം ഇപ്പോൾ CPR ഞാൻ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. CPR പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഈ യെല്ലോ ലൈൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈ ആണ്, ഇന്നലത്തെ ഹൈ ആണ്. ഈ ഹൈക്ക് തൊട്ടു മേളിൽ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ചെയ്യുകയും ആ പ്രീവിയസ് ഡേ ഹൈയെ ഒരു റെഡ് ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ട് ഇത്രയും ഗ്യാപ്പ് അപ്പ് ഉണ്ട്, മാർക്കറ്റ് താഴെ വീഴും എന്നും പറഞ്ഞ് എല്ലാവരും ഇവിടെ ഷോർട്ട് ചെയ്യും. അവിടെ വെച്ചാണ് നമ്മളുടെ ഒരു എൻട്രി പ്ലാൻ ചെയ്തത്. ഒരു മിനിറ്റ്. ഓക്കെ, അവിടെ വെച്ചായിരുന്നു നമ്മളുടെ ഒരു എൻട്രി. ഓക്കെ, അവിടെ വെച്ചായിരുന്നു നമ്മളുടെ ഒരു എൻട്രി പ്ലാൻ ചെയ്തത്. ഈ ഒരു പോർഷനിൽ തന്നെയാണ്. ഞാൻ ഇവിടെയും കൂടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു. ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻവേർട്ടഡ് ക്യാൻഡിൽ ഫോം ചെയ്തല്ലോ, ഈ ചെറുത് ഇത് എക്സാക്ട്ലി 9:40 ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൽ പക്ഷേ നമുക്കൊരു ഇൻവേർട്ടർ ക്യാൻഡിലെന്നോ അല്ലെങ്കിൽ ഒരു ഹാമർ ക്യാൻഡിലെന്നോ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, ട്രേഡ് എടുക്കണമോ വേണ്ടയോ എന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും മാർക്കറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചെറുതായിട്ടാണ് മൊമെൻറ്റം നടന്നത് തോന്നുന്നത്. പക്ഷേ എക്സാക്ട്ലി മാർക്കറ്റ് അവിടുന്ന് നല്ല രീതിയിലാണ് അവിടുന്ന് മൊമെൻറ്റം ചെയ്തത്. പക്ഷേ അപ്പം എനിക്ക് ആ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:24 അല്ലേ, 10:24 നമ്മളുടെ ട്രേഡിനെ എക്സിക്യൂട്ട് ചെയ്ത്. 10:24 ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഏകദേശം ഈ ഒരു ക്യാൻഡിലിൻ്റെ അകത്താണ് നമ്മളുടെ ട്രേഡിനെ എക്സിക്യൂട്ട് ചെയ്ത്. അതും വെറുതെ നമ്മളുടെ മറ്റേ നമ്മുടെ പ്രീവിയസ് ലെവലിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ കയറി ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തതല്ല. അതിനും ജസ്റ്റ് ഒരു റീസൺ ഉണ്ട്. അതിൻ്റെ റീസൺ കൂടെ ജസ്റ്റ് ഞാൻ പറയാം. ആ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഓഫ് കോഴ്സ് നമ്മൾ വിചാരിച്ചിരുന്ന റേഞ്ചിൽ വന്ന് റീടെസ്റ്റ് ചെയ്തു. പക്ഷേ അതല്ലായിരുന്നു ആ ട്രേഡ് എടുക്കാനുള്ള റീസൺ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10:15 ക്യാൻഡിൽ, ഈ 10:15 ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 0.6% ഞാൻ വരച്ച് വെച്ചിരുന്നു. ഓക്കെ, ഇതേ ഇങ്ങനെ ഡ്രോ ചെയ്ത് വെച്ചിരുന്നു. ഇങ്ങനെ ഒരു 0.61% ആ ഒരു ഹൊറിസോണ്ടൽ ലൈനും കൂടെ വരയ്ക്കും, അപ്പം കുറച്ചും കൂടെ ക്ലിയർ ആവും. ഈ ഒരു 0.61% നമ്മളിങ്ങനെ ഡ്രോ ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനെയും കൂടെ ഒന്ന് മാറ്റിയേക്കാം, ഫിബോയും കൂടെ മാറ്റിയേക്കാം. ഡ്രോ ചെയ്തു. ഡ്രോ ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. മാർക്കറ്റ് കുറച്ച് ഡൗൺ പോയി. എന്നിട്ട് നമ്മളുടെ ഈ ലൈനിനെ ബ്രേക്ക് ചെയ്തു. ഞാൻ സസ്റ്റെയിൻ ചെയ്യാൻ നിന്നില്ല, കാരണം സസ്റ്റെയിൻ ചെയ്യാൻ നിന്നാൽ ആക്ച്വലി അത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളവിടെ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം ഇവിടുന്ന് വന്നൊരു ക്യാൻഡിൽ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, അത്രയും ഹ്യൂജ് ക്യാൻഡിൽ നമുക്കൊരു ട്രേഡ് എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി പോലും തന്നില്ല. അപ്പം നമ്മൾ അത്യാവശ്യം സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ ഒരു ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ ഇവിടുന്ന് നമ്മളൊരു ട്രേഡ് എടുത്തു. നമ്മൾ സാധാ എപ്പോഴും വയ്ക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ടും വളരെ ലോജിക്ക് പരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഹോൾഡ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഈ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും ഒരു 38 നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 78 പോയിൻറ്റ്സ് 1:3 അതെ
1:3. ആ, ഏകദേശം ഒരു 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസുമാണ് വെച്ചത്. നമ്മൾ ട്രേഡ് എടുത്ത് ജസ്റ്റ് ഒരു 2 ക്യാൻഡിൽ കുറച്ച് താഴത്തോട്ട് പോയി. അപ്പോഴും നമ്മളുടെ സ്റ്റോപ്പ് ലോസുമായിട്ട് റെഡി ആയിരുന്നു. അവിടെ നിന്ന് തന്നെ റിവേഴ്സ് വന്ന് നമ്മുടെ ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വച്ച സമയത്ത് ഞാൻ CPR നോക്കിയില്ലായിരുന്നു. നോക്കിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും വെച്ച് ഇറങ്ങിയേനെ. പക്ഷേ ഞാൻ അത് നോക്കിയില്ല. അതല്ലാതെ തന്നെ നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ 1:3 എന്നുള്ളൊരു റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഇറങ്ങി. അങ്ങനെ ടോട്ടൽ ഓവറോൾ നമ്മൾ ബൈ ചെയ്ത ഒരു 210 ക്വാണ്ടിറ്റി ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ. അത് നമ്മളൊരു 16,000 പ്ലസ് നമ്മളൊരു 100 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാലും ഞാൻ ജസ്റ്റ് അവിടുന്ന് പെട്ടെന്നൊരു മൊമെൻറ്റം വന്നുകൊണ്ട് നല്ലൊരു പ്രീമിയം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഒരു +16 അല്ലെങ്കിൽ നമ്മളൊരു 210 എന്ന് പറയുമ്പോൾ ഇൻറ്റു 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10,000 രൂപയാണ്. അതുകൂടാതെ ഒരു +6,000. കാരണം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും അത്രയും നല്ലൊരു മൊമെൻറ്റമാണ് നമ്മൾ എടുത്തതിന് വന്നത്. അപ്പോൾ ആ മൊമെൻറ്റത്തിൽ നമ്മൾ നല്ലൊരു പ്രീമിയത്തിൻ്റെ ഹൈപ്പ് ഉണ്ടായി. അങ്ങനെയാണ് നമുക്ക് ഇന്ന് 16,000 അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ട്രേഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഞാൻ പറയുന്ന രീതിയിലോ ഞാൻ എടുക്കുന്ന ട്രേഡുകളുടെ ഞാൻ നാളെ കുറച്ച് ബിസി ആയിരിക്കും. അപ്പം ഞാൻ മറ്റന്നാൾ തൊട്ട് ലൈവ് ട്രേഡുകൾ ഇടാൻ ശ്രമിക്കാം. ലൈവ് ട്രേഡ് ആയിരിക്കും ഇച്ചിരി കൂടെ നമ്മളുടെ ഇമോഷൻസും ഞാൻ ട്രേഡ് എടുക്കുന്നതും ഇറങ്ങുന്നതും ഒക്കെ ലൈവായിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഇമോഷൻസ്. അപ്പോൾ എനിക്ക് സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ട്രേഡ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. Thank you traders. Bye.